നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നവരാത്രി സമ്മാനമായ GST പരിഷ്കരണത്തിൻ്റെ പ്രതിഫലനം ഇന്നു മുതൽ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ അനുഭവപ്പെട്ടു തുടങ്ങും. പ്രധാനമന്ത്രി പറഞ്ഞത് സമ്പാദ്യ ഉത്സവം എന്നാണ്. ഈ നിത്യോപയോഗ സാധനങ്ങൾ മുതൽ SUVക്ക് വരെ വിലയിൽ വലിയ രീതിയിൽ നല്ല മാറ്റമുണ്ടാകും, കുറവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്വാഭാവികമായും ഈ തുക സമ്പാദ്യമാക്കി മാറ്റാമെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നവരാത്രി ആഘോഷങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇന്നിപ്പോൾ നവരാത്രി വിഗ്രഹ ഘോഷയാത്ര തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി കിള്ളിപ്പാലത്തെ സ്വീകരണത്തിൽ പോലീസ് വനിതാ ബറ്റാലിയൻ ഗാർഡ് ഓഫ് ഓണറും നൽകുന്നുണ്ട് ഘോഷയാത്രയ്ക്ക്. അങ്ങനെ വാർത്തകളും വിശേഷങ്ങളും നിരവധിയുണ്ട്. അതിലേക്കൊക്കെ വരാം. ആദ്യം തലക്കെട്ടുകൾ. ഇനി വിലക്കുറവിന്റെ കാലം. രാജ്യത്ത് പുതിയ GST നിരക്ക് പ്രാബല്യത്തിൽ. അവശ്യ സാധനങ്ങൾക്കും മരുന്നിനും വില കുറയും. 12% നികുതി ഉണ്ടായിരുന്ന ഭൂരിഭാഗം സാധനങ്ങൾക്കും ഇനി മുതൽ 5% നികുതി. മിൽമ, പാലുൽപ്പന്നങ്ങൾക്ക് ഇന്നു മുതൽ വില കുറയും. അമേരിക്ക ഏർപ്പെടുത്തിയ പുതിയ H-1B ഫീസ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ ഫീസ് $1,00,000 ആശങ്ക രേഖപ്പെടുത്തി US ചേംബർ ഓഫ് കൊമേഴ്സ്. വ്യാപാര കരാർ ചർച്ചയ്ക്കായി വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് US. സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സിന്റെ ഉദ്ഘാടനം ഇന്ന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാരിന്റെയും വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക ലക്ഷ്യം. മെഡിക്കൽ കോളേജ് അധ്യാപകർ പ്രക്ഷോഭത്തിലേക്ക്. അധ്യാപകരുടെ കുറവും ശമ്പളത്തിലെ അപാകതകളും പരിഹരിക്കണമെന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ OP സേവനങ്ങൾ നിർത്തിവെക്കും. ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ശബരിമല സംരക്ഷണ സംഗമം ഇന്ന് പന്തളത്ത്. തമിഴ്നാട് BJP നേതാവ് അണ്ണാമലൈ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. രാവിലെ സെമിനാറും വൈകിട്ട് ഭക്തജന സംഗമവും. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് ഇന്ന്. ഉപാധികളോടെ അനുമതിക്ക് സാധ്യത. പുതുക്കിയ തുകയാണോ പിരിക്കുക എന്ന കാര്യവും ഉത്തരവിലുണ്ടായേക്കും. ഏഷ്യാകപ്പ് സൂപ്പർ 4-ൽ പാകിസ്ഥാനെതിരെ മിന്നും ജയവുമായി ഇന്ത്യ. ജയം 6 വിക്കറ്റിന്. അഭിഷേക് ശർമ്മയ്ക്ക് അതിവേഗ അർദ്ധ സെഞ്ചുറി. GST കൗൺസിൽ നടപ്പിലാക്കിയ നികുതി ഇളവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഘടനയിൽ ഇതുവരെയുള്ള മാറ്റങ്ങളിൽ ഏറ്റവും വലിയ അഴിച്ചുപണിയാണ് നിലവിൽ വരുന്നത്. നിലവിലുള്ള 4 സ്ലാബുകൾ ഇനി 2ആയി ചുരുങ്ങും. പ്രശാന്ത് ചേരുകയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, GST പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഇളവുകളെല്ലാം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇനി ഇത് സമ്പാദ്യോത്സവമാണ് എന്ന രീതിയിൽ. അത്രയ്ക്കും നമുക്ക് മിച്ചം പിടിക്കാനുണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏത് രീതിയിലായിരിക്കും ഈ ഒരു പരിഷ്കരണം ജനങ്ങളുടെയൊക്കെ നിത്യജീവിതത്തിൽ പ്രതിഫലിക്കുക? ഗുഡ് മോർണിംഗ്. GST 2.0 ഏതായാലും രാജ്യത്ത് നടപ്പിലാക്കുകയാണ്. സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ആലോചനകൾക്ക് ശേഷം, ഒപ്പം തന്നെ ചർച്ചകൾക്ക് ശേഷമാണ് GST 2 സ്ലാബുകൾ കുറയ്ക്കാൻ തീരുമാനിച്ചത്. 5, 12, 18, 28 സ്ലാബുകളായിരുന്നു. ഈ ശതമാനത്തിലായിരുന്നു നേരത്തെ GST ഈടാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 2 രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. 5%, 18% എന്ന രീതിയിലേക്കാണ്. 12%-ന്റെയും 28%-ന്റെയും സ്ലാബുകൾ എടുത്തു മാറ്റിയിരിക്കുന്നു. പകരം 40% എന്നൊരു സ്ലാബ് കൊണ്ടുവന്നു. അത് പുകയില ഉൽപ്പന്നങ്ങൾക്കും മറ്റനുബന്ധ ഉൽപ്പന്നങ്ങൾക്കുമാണ്. പക്ഷേ അത് ഒരു തരത്തിലും ഇപ്പോൾ നടപ്പിലാകുന്നില്ല. അത് അടുത്ത ഘട്ടത്തിൽ മാത്രമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ഇതിന്റെ ഒരു തുടർച്ച ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് വളരെ കൃത്യമായ വാക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു സമ്പാദ്യശീലം സമ്പാദ്യം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യും. ആ ഒരു ശീലമുണ്ടാകും. കാരണം സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ കൂടുതൽ പണം എത്തുന്ന സാഹചര്യം, അവർക്ക് കയ്യിലേക്ക് കൂടുതൽ പണം എത്തുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. പ്രധാനമായും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം 33 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വിലയില്ല എന്നുള്ളതാണ്. അതായത് നികുതിയില്ല എന്നുള്ളത് തന്നെയാണ്. വില കുറയുന്നു. സ്വാഭാവികമായും നികുതി ഒഴിവാക്കുന്നതോടുകൂടി തന്നെ ഈ ഉൽപ്പന്നങ്ങൾ വളരെ വേഗത്തിൽ, ഈ മരുന്നുകളെല്ലാം തന്നെ വളരെ വേഗത്തിൽ എളുപ്പത്തിൽ സാധാരണക്കാരിൽ ഇടയിലേക്ക് എത്താൻ പറ്റും. ഒരുപക്ഷെ ക്യാൻസർ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്കുള്ള മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ മേടിക്കുക പലപ്പോഴും ഏറ്റവും താഴേക്കിടയിൽ ആളുകൾക്ക് അപ്രാപ്യമായിരുന്നു. അവർക്കത് വളരെ വേഗത്തിൽ വാങ്ങാനും അവർക്ക് ഉപയോഗിക്കാനും പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇതിൽ 2 തരത്തിലാണ് ഇതിനെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഒന്ന്, ഇടത്തരം കുടുംബങ്ങൾക്ക്, ഒപ്പം
ഒപ്പം ഏറ്റവും താഴെ സാധാരണക്കാരായ ആളുകൾക്ക് ഈ രണ്ട് കൂട്ടർക്കും പ്രാപ്യമാകുന്ന തരത്തിലേക്ക് തങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് ആവശ്യമായ നടപടികളുടെ ഭാഗമായി തന്നെയാണ് GST 2.0 നടപ്പിലാക്കിയത്. ഇനി അതിലൊരു പ്രധാനപ്പെട്ട കാര്യം 375ഓളം ഉൽപ്പന്നങ്ങൾക്കാണ് വില കുറയുന്നത്. അതിൽ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സംവിധാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് പാക്ക് ചെയ്ത് വരുന്ന കവർ ചെയ്ത് വരുന്ന ഭക്ഷ്യവസ്തുക്കളുണ്ട്, ഒപ്പം തന്നെ പനീർ അടക്കമുള്ള വസ്തുക്കളുണ്ട്. ഇങ്ങനെ നിരവധിയായ ഭക്ഷ്യവസ്തുക്കളുണ്ട്. അതോടൊപ്പം തന്നെ TV, AC തുടങ്ങിയ ഗൃഹോപകരണങ്ങളുണ്ട്, മറ്റ് വീട്ടിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളുണ്ട്. ഇതോടൊപ്പം തന്നെ ചെറിയ കാറുകളുണ്ട്. അതോടൊപ്പം തന്നെ 350 cc താഴെയുള്ള ബൈക്കുകളുണ്ട്. സ്വാഭാവികമായും സാധാരണ ഒരു മനുഷ്യൻ നമുക്കറിയാം ചെറിയ CC-യിലുള്ള ബൈക്കുകളൊക്കെ വാങ്ങുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്കെതിരെ അതുപോലെ തന്നെ ചെറിയ കുടുംബങ്ങൾക്ക് കാറുകൾ വാങ്ങാൻ ഇങ്ങനെ നിരവധിയായ കിഴിവുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഈ നികുതി കുറയുന്നതോടുകൂടി തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു സാധാരണ കുടുംബത്തിന് ഒരു കാർ വാങ്ങുന്നത് അപ്രാപ്യമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് മാരുതി അടക്കമുള്ള പല കമ്പനികളിലും ചെറു കാറുകൾക്ക് വില കുറച്ചിരിക്കുന്നു. ഇങ്ങനെ നിരവധിയായ തരത്തിലുള്ള കുറവുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി അത് ഏത് തരത്തിൽ താഴേക്ക് പ്രതിഫലിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഒരു ആശങ്ക അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷേ കമ്പനികൾ വ്യക്തമാക്കിയത് ഈ കുറവ് സാധാരണക്കാർക്ക്, ജനങ്ങൾക്ക്, മേടിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു എന്ന് അവർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇത് ഉറപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആശങ്കകൾക്ക് ഇപ്പോൾ വകയില്ല എന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കേണ്ടി വരും. ഇനിയൊരു പ്രശ്നമുള്ളത് സംസ്ഥാനങ്ങൾക്ക് ഏത് തരത്തിൽ ഇതിന്റെ സാമ്പത്തിക സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ നികുതി കുറവ് കൊണ്ടുള്ള നഷ്ടം നികത്തപ്പെടും എന്നുള്ളതാണ്. അതിന് ഈ കൂട്ടിയ നികുതിയുടെ അത് മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. സ്വപ്ന. പ്രശാന്ത്, സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതികരണം കൂടി നമ്മൾ ഈ ഒരു സമയത്ത് ആലോചിക്കേണ്ടതുണ്ട്. അവർ പറയുന്നത് ഓൾറെഡി ഈ GST നിരക്കുകളെല്ലാം കൂടുതലായിരുന്നു, അതിനെയാണ് കുറച്ച്. പ്രത്യേകിച്ചും ഈ ബീഹാറിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ അത് മുന്നിൽ കണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സ്വപ്ന, ഈ GST ഇന്നലെ രാജ്യത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുമ്പോൾ അതിനകത്ത് കാര്യമായ രാഷ്ട്രീയങ്ങൾ പറഞ്ഞില്ല. പക്ഷെ അതിനു മുൻപ് 2 പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോഴും നികുതി കൊള്ളയാണ് രാജ്യത്ത് കഴിഞ്ഞ കുറെ കാലമായി നടന്നുകൊണ്ടിരുന്നത്. NDA സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴാണ് ജനങ്ങൾക്ക് വേണ്ടി നികുതി പരിഷ്കരണം എന്ന നിലയിൽ കാര്യങ്ങൾ വന്നത്. അതിനു മുൻപ് കൃത്യമായി ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ വലിയ രീതിയിൽ നികുതി ചുമത്തിയാണ് പോയിക്കൊണ്ടിരുന്ന ആരോപണം രാഷ്ട്രീയ ആരോപണമായി തന്നെ ഉയർത്തിയിരുന്നു. ഇതിന് മറുപടിയാണ് പ്രതിപക്ഷം പറഞ്ഞത് കൂട്ടിയ നികുതി കുറയ്ക്കുകയാണ് ചെയ്തിരുന്നത്. ഇങ്ങനെ ഒരു സ്ലാബ് ഒരു ഘട്ടത്തിലും ഒരു സർക്കാരുകളും മുന്നോട്ട് വെച്ചിരുന്നില്ല. വലിയ രീതിയിലുള്ള നികുതി പിരിവാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നത്. അത് ഈ പറയുന്നത് പോലെ ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇനിയിപ്പോൾ അടുത്ത വർഷത്തിലേക്ക് വരുമ്പോൾ കേരളം, പുതുച്ചേരി, തമിഴ്നാട് അടക്കമുള്ള പശ്ചിമബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ ഘട്ടത്തിലാണ് ഇത്തരം ഒരു കുറവ് വരുന്നത്. ഇതെല്ലാം തന്നെ രാഷ്ട്രീയ നീക്കമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അതായത് ഈ കുറവ് വരുമ്പോൾ സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനത്തിൽ വലിയ കുറവ് വരുന്നുണ്ട്. അത് എങ്ങനെ അതിനെ മറികടക്കാൻ കഴിയും, അതിനെന്ത് പ്രതിവിധി എന്നുള്ളത് കൃത്യമായി പറയുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപമായി പ്രതിപക്ഷം ഉയർത്തുന്നത്. പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ കേരളമടക്കം നേരത്തെ ഈ വിഷയം GST കൗൺസിലിൽ ഉന്നയിച്ചതാണ്. ആ സമയത്ത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് മറ്റു ചില വസ്തുക്കൾക്ക് നികുതി കൂടുന്നുണ്ടല്ലോ, അതിൽ നിന്നുള്ള വരുമാനത്തിലൂടെ ഈ കുറവ് നികത്തിപ്പോകാം എന്നുള്ളതാണ്. ഇനി അത് ഏത് തരത്തിലെന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ മാത്രമാണ് അത് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. തന്നെയാണ് പ്രശ്നം നമുക്കറിയാനുള്ളത്. ഈ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനത്തിലുണ്ടാകുന്ന കുറവ് ഏത് രീതിയിൽ പരിഹരിക്കപ്പെടും, പ്രത്യേകിച്ച് അത് സംബന്ധിച്ച് പരാമർശങ്ങളൊന്നും ഈ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇല്ലാതിരിക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലൊരു കുറവ് വരുമ്പോൾ, നന്ദി പ്രശാന്ത്, ഞാനിപ്പോൾ ആതിരയിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ ഈ കുറവുകളൊക്കെ വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ നന്നായി എഫക്റ്റ് ആകുന്നത് ഒരുപക്ഷെ സാധാരണക്കാരെയാണ്. അത് ഏറ്റവും പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഒന്നാണ് പാലുൽപ്പന്നങ്ങൾ. അതിൻ്റെയൊക്കെ വില കുറയുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ആതിരയാണ് ചേരുന്നത്. ആതിര, 100-ലധികം ഉൽപ്പന്നങ്ങളുടെ വിലയാണ്, പാലും പാലുൽപ്പന്നങ്ങളും അടക്കം അതിൽ വില കുറയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വില ക്രമീകരണമൊക്കെ വരിക? എത്ര പെട്ടെന്ന് ഇത് നമുക്കൊക്കെ അറിയാൻ സാധിക്കും ഈ വിലയിലുള്ള മാറ്റങ്ങൾ? സ്വപ്ന, നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ GSTയിൽ ഉണ്ടാകുന്ന കുറവ് മൂലം പാലിന് വില കൂട്ടേണ്ട എന്ന് മിൽമ നിലപാടെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നോടുകൂടി ഈ GSTയിലെ കുറവ് പ്രാബല്യത്തിൽ വരുന്ന ഈ സമയത്ത് ഈ മിൽമ ഉൽപ്പന്നങ്ങളുടെ, പാലുൽപ്പന്നങ്ങളുടെ വില കുറയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 100-ലധികം ഉൽപ്പന്നങ്ങളുടെ വിലയാണ് ഇത്തരത്തിൽ കുറയുക. നെയ്യ്, വെണ്ണ, പനീർ, ഐസ്ക്രീം തുടങ്ങി 100-ലധികം മിൽമയുടെ പാലുൽപ്പന്നങ്ങൾക്കാണ് വില കുറയുക. ഇപ്പോൾ നിലവിൽ 1 ലിറ്റർ നെയ്യ്ക്ക് 45
രൂപ കുറയും. നിലവിൽ 720 രൂപയാണ് 1 ലിറ്റർ നെയ്യുടെ വില. അതിൽ നിന്നാണ് 45 രൂപ കുറഞ്ഞ് 675 രൂപയ്ക്കായിരിക്കും ഇനി മിൽമയുടെ നെയ്യ് ലഭിക്കുക. അതുപോലെ തന്നെ 240 രൂപയുണ്ടായിരുന്ന 400 ഗ്രാം മിൽമയുടെ വെണ്ണ 15 രൂപ കുറഞ്ഞ് 225 രൂപയ്ക്കായിരിക്കും ലഭിക്കുക. 500 ഗ്രാം അതായത് 1/2 കിലോ പനീറിന്റെ വില 245 രൂപയിൽ നിന്നും 234 രൂപയായി കുറയും. ഈ 5% ഈ പനീറിന്റെ GST ഉണ്ടായിരുന്നത്. ആ GST ഒക്കെ തന്നെ പൂർണ്ണമാക്കിയും ഒഴിവാക്കിയ ഒരു നിലയാണ്. 1 ലിറ്റർ മിൽമ വാനില ഐസ്ക്രീമിന്റെ വില 220 രൂപയിൽ നിന്ന് 196 രൂപയായും കുറഞ്ഞിട്ടുണ്ട്. ഇന്നു മുതലാണ് ഈ GSTയിൽ ഈ ഇളവ് പ്രാബല്യത്തിൽ വരിക. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ ഏകദേശം ഈ മിൽമ പാൽ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ഇത് ഈ പഴയ ഉൽപ്പന്നങ്ങൾക്ക് ശേഷം മിൽമ പാൽ ഉൽപ്പന്നങ്ങളിൽ ഈ വില പ്രതിഫലിക്കാൻ തുടങ്ങും. ഏതായാലും നിലവിൽ ഈ പാൽ ഉൽപ്പന്നങ്ങൾക്ക് 100-ലധികം ഉൽപ്പന്നങ്ങൾക്കാണ് ഇത്തരത്തിൽ GSTയിലെ ഇളവ് മൂലം വിലക്കുറവ് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും നേരത്തെ തന്നെ ഈ പാലിന് വില കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ട, നിലവിലെ വില തന്നെ തുടരാമെന്ന് തീരുമാനിച്ചിരുന്നു. ഈ മിൽമ പാലിന് വില കൂട്ടണമെന്ന് നേരത്തെ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിലും സർക്കാർ ആ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകുകയായിരുന്നു. അത് ഇത്തരത്തിൽ GSTയിൽ വന്ന ഇളവിനെ തുടർന്നായിരുന്നു മിൽമയ്ക്ക് പാലിന് വില കൂട്ടേണ്ട ഒരു നിലപാട് സർക്കാർ എടുത്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മിൽമ മറ്റ് പാൽ ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ വില കുറഞ്ഞിരിക്കുന്നത്. സ്വപ്ന, പാലിൻ്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ അതിലുണ്ടാകുന്ന വില കുറവാണ് ഒരുപക്ഷെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു ഉൽപ്പന്നങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 2 ദിവസം എങ്കിലും എടുക്കും അതിൻ്റെ ഒരു, കാരണം ഓൾറെഡി ഇതെല്ലാം പാക്ക് ചെയ്ത് GST ഉൾപ്പെടെയാണ് നമ്മുടെ വിപണികളിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അതൊന്നും തീരുന്നത് വരെ ഒരുപക്ഷെ 2-3 ദിവസം എടുത്തേക്കും അതിൻ്റെ ഒരു യഥാർത്ഥ ഫലം നമ്മളിലേക്ക് എത്താൻ. എന്തായാലും വിപണിയിൽ ഇതിൻ്റെ ഈ GST പരിഷ്കരണത്തിൻ്റെ ഇതിൻ്റെ വില കുറവിൻ്റെയൊക്കെ ഒരു ഫലം ജനങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി കൃത്യമായ കർശനമായ നിരീക്ഷണവും ഉണ്ട്. അതിനെയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നമുക്കറിയാം US-മായി വ്യാപാര കരാർ അടക്കമുള്ളവയിൽ 6ാം വട്ട ചർച്ചകളൊക്കെ നടക്കുകയാണ്. അതിനിടയിൽ നിന്നിപ്പോൾ പീയൂഷ് ഗോയൽ ഇപ്പോൾ അമേരിക്കയിൽ എത്തുന്നുണ്ട്. അവിടെ ട്രംപ് ഭരണകൂടവുമായി ചർച്ച നടത്തും. ഈ 6ാം വട്ട ചർച്ചകൾക്ക് മുന്നോടിയായിട്ടുള്ള, നമുക്കറിയാം ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട അധിക തീരുവ ചുമത്തിയ ഒരു സാഹചര്യത്തിൽ കൂടി കുറച്ചുകൂടി ശാന്തമായ രീതിയിലാണ് കാര്യങ്ങൾ, അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള നിലപാടുകൾ ഇപ്പോഴത്തെ കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ആ ചർച്ചകൾ നിർണായകമാണ്. ഒപ്പം ഈ US ഏർപ്പെടുത്തുന്ന പുതിയ H-1B ഫീസ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. പുതിയ അപേക്ഷകൾക്ക് $1 ലക്ഷം ഫീസ് ട്രംപ് ഭരണകൂടം ചുമത്തിയിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ ഇന്ത്യൻ സമയം രാവിലെ 9:30 മുതൽ ഈ ഫീസ് ഈടാക്കി തുടങ്ങും. നിലവിലെ ഈ H-1B വിസകൾക്ക് ഇത് ബാധകമല്ലെന്ന് നേരത്തെ തന്നെ വൈറ്റ് ഹൗസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ട്രംപിൻ്റെ ഈ ഒരു നയത്തിൽ US ചേംബർ ഓഫ് കൊമേഴ്സ് തന്നെ ആശങ്ക രേഖപ്പെടുത്തി രംഗത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും തുടർ ചർച്ചകൾ നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷേ അമേരിക്കയിലെ വിവിധ ടെക് മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നത്. പ്രശാന്ത് ഒരിക്കൽ കൂടി ചേരുകയാണ്. പ്രശാന്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ 6ാം വട്ട വ്യാപാര ചർച്ചകൾ, അതിൻ്റെ നമുക്കറിയാം ഈ 50% നിരക്കൊക്കെ ആക്കിയ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കയാണ്. 2 രാജ്യങ്ങളും ഇന്ത്യയും അമേരിക്കയും നിലപാടുകൾ ഉറച്ചു തന്നെ നിൽക്കുന്നു. എങ്കിൽ കൂടിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പരസ്പരമുള്ള കൈമാറുന്ന വാക്കുകളും ഒക്കെ അത് ഒരു ശാന്തതയുടെ ഒരു സമവായത്തിൻ്റെയും ഒക്കെ ഒരു മഞ്ഞുരുകലിൻ്റെയും ഒക്കെ ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും പ്രധാനപ്പെട്ട കാമ്പുള്ള കാര്യത്തിലേക്ക് കടക്കുമ്പോൾ, വ്യാപാര ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ അമേരിക്ക നിലപാടിൽ കർശനമായ നിലപാട് തുടരുക തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നിപ്പോൾ പീയൂഷ് ഗോയൽ അമേരിക്കയിലെത്തി ചർച്ചകളൊക്കെ നടത്തുമ്പോൾ ഏത് രീതിയിൽ ഈ ചർച്ചകളെ അല്ലെങ്കിൽ ഈ വ്യാപാര കരാറിനെയൊക്കെ വഴിതിരിച്ചു വിടാൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വപ്ന, ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചയുടെ 5ാം ഘട്ടം പൂർത്തിയായത് ജൂലൈയിലാണ്. കഴിഞ്ഞ ഓഗസ്റ്റിൽ 6ാം വട്ട ചർച്ച നടക്കേണ്ടിയിരുന്നതാണ്. പക്ഷേ ആ ചർച്ച നടക്കാതെ പോയതിന് പ്രധാനപ്പെട്ട കാര്യം ഈ ഇരട്ട നികുതിയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ബ്രണ്ടൻ ലിഞ്ച്, അതായത് അമേരിക്കയുടെ ഇത്തരത്തിൽ വ്യാപാര പ്രതിനിധിയാണ് അദ്ദേഹം നേരിട്ടെത്തി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പീയൂഷ് ഗോയൽ അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചതും അവിടെ ഈ ചർച്ചകൾ തുടരാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തത്.
ഇനി 6ാം വട്ട ചർച്ചയിലേക്ക് ഇന്നത്തെ കൂടിക്കാഴ്ച കൊണ്ട് മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇരട്ട നികുതി ഒഴിവാക്കില്ല എന്ന നിലപാട് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത് അതിന് പ്രധാന കാരണമായി പറയുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നു എന്നുള്ളതാണ്. റഷ്യ അതിനുവേണ്ടി ഇന്ത്യയിൽ നിന്ന് ഇന്ത്യക്ക് എണ്ണ നൽകുന്നു. അതിലൂടെയുള്ള വരുമാനം യുദ്ധ സാമഗ്രികൾ വാങ്ങിക്കൂട്ടുന്നതിനും മറ്റ് രാജ്യങ്ങൾക്ക് യുദ്ധത്തിന് സഹായം നൽകുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ ആരോപണം. അതേസമയം തന്നെ അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിഷയമാണ്. ഇന്ത്യയും റഷ്യയും ഏത് കരാറിൽ ഏർപ്പെടണം എന്നുള്ളത് അമേരിക്കയല്ല തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് രാജ്യത്തിന്റെ നിലപാട്. ആ നിലപാട് ആവർത്തിക്കുന്നു. മാത്രമല്ല അതിനൊരു ബദൽ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യും എന്നുള്ളത് വ്യക്തമാക്കുകയും ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുള്ളൂ. പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളുമായി കൂടുതൽ കരാറുകൾ ഏർപ്പെടുന്നു. ഇതേ സാഹചര്യത്തിൽ ഒരു തരത്തിൽ അതായത് എന്തുകൊണ്ട് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നു എന്നുള്ളത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ പറഞ്ഞത് രാജ്യത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന നികുതിയോടുകൂടിയാണ് ആ എണ്ണ ലഭിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അത് കൂടിയ വിലയ്ക്ക് അമേരിക്കയുടെ താല്പര്യത്തിനനുസൃതമായി കൂടിയ വിലയ്ക്ക് എണ്ണ വാങ്ങാൻ ഒരു തരത്തിലും പറ്റില്ല. രാജ്യത്തിന് ജനങ്ങളുടെ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ഇത്രത്തോളം കുറച്ച് ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളത് മാത്രമാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പരിഗണിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകില്ല എന്നത് നിർമ്മല സീതാരാമൻ തന്നെ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു പിന്നോട്ട് പോക്ക് ഉണ്ടാകില്ല. പിന്നെ മറ്റേതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും എണ്ണ ഇറക്കുമതിയുടെ പേരിൽ അമേരിക്ക ഏർപ്പെടുത്തിയ അധിക തീരുവ അതിന്റെ പേരിൽ എണ്ണ ഇറക്കുമതി പിൻവലിക്കില്ല എന്ന് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി മറ്റ് ചർച്ചകളാണ് പ്രധാനമായും പോകേണ്ടത്. ഈ ബ്രണ്ടൻ ലിഞ്ച് ചർച്ച നടത്തിയപ്പോൾ തന്നെ പറഞ്ഞത് വളരെ കൃത്യമായി തന്നെ ചർച്ചകൾ മുന്നോട്ട് പോയി. ശുഭസൂചകമായ കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. തുടർ ചർച്ചകൾ ഉണ്ടാകും എന്നുള്ളതാണ്. വാണിജ്യ മന്ത്രാലയത്തിന്റെ പ്രത്യേക പ്രതിനിധി രാജേഷ് അഗർവാളുമായിട്ടായിരുന്നു ചർച്ച നടത്തിയിരുന്നത്. ആ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ തുടർ ചർച്ച ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 6ാം വട്ട ചർച്ച ആഗസ്റ്റിൽ തീരുമാനിച്ചതാണ്. ആ ചർച്ച ഇതിന്റെ ഭാഗമായി ഇനി തുടർന്ന് മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. ഏതായാലും അമേരിക്ക കുറെ കൂടി മയപ്പെട്ടു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം തുടർ ചർച്ചകളാകാം വിട്ടുവീഴ്ചകളാകാം എന്ന നിലയിലേക്ക് അമേരിക്ക എത്തിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ റഷ്യയുമായ ഒരു തർക്കത്തിലേക്കോ അല്ലെങ്കിൽ ആ വ്യാപാര കരാറിൽ നിന്ന് പിന്നോട്ട് പോകുകയൊക്കെ ചെയ്യുമെന്നായിരുന്നു. പക്ഷേ അതിൽ പിന്നോട്ടില്ല എന്നത് മാത്രമല്ല കൂടുതൽ രാജ്യങ്ങൾ അതിലേക്ക് ഒപ്പം എത്തിക്കുകയും കൂടുതൽ ഉൽപ്പന്നങ്ങൾ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ തീരുമാനിച്ചതോടുകൂടി തന്നെ അമേരിക്ക കൂടുതൽ പ്രതിസന്ധിയിലേക്ക് സാമ്പത്തികമായി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന സൂചനകൾ കൂടി വന്നു. മാത്രമല്ല നിലപാട് മയപ്പെടുത്തില്ല എന്ന കേന്ദ്ര സർക്കാർ അതിശക്തമായ സന്ദേശം അമേരിക്കയ്ക്ക് നൽകുക കൂടി ചെയ്തതോടുകൂടി തന്നെയാണ് ഇത്തരമൊരു നീക്കമുണ്ടായതാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് അമേരിക്കൻ വാണിജ്യ സെക്രട്ടറിയുമായി ചർച്ച നടത്തും. ഈ പകരച്ചുങ്കം അതായത് പകരത്തീരുവ ഇരട്ടിയാക്കിയതും ഒപ്പം വാണിജ്യ കരാറുകൾ സംബന്ധിച്ച് സുപ്രധാനമായ ചർച്ചകളാണ് നടക്കാൻ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും വികസനത്തിനായുള്ള നിർദ്ദേശങ്ങൾ സ്വരൂപിക്കാനും സംഘടിപ്പിക്കുന്ന വികസന സദസ്സിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അതേസമയം വികസന സദസ്സ് പ്രതിപക്ഷ തദ്ദേശ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കും. വികസന സദസ്സിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെന്നാണ് പ്രതിപക്ഷ നിലപാട്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക പ്രതിപക്ഷം ഇപ്പോൾ തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. അത് ഒരു രാഷ്ട്രീയ ലാക്കോട് കൂടിയുള്ള നീക്കമാണ്. സ്വാഭാവികമായും സർക്കാരിൻ്റെ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഒരു പരിധിവരെ രാഷ്ട്രീയമായ നേട്ടങ്ങൾ തന്നെയാകും അവർ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. എപ്പോഴാണ് സദസ്സ് ആരംഭിക്കുക? ആരൊക്കെ ഇതിൽ സഹകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സ്വപ്ന, ഈ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ഒപ്പം ഇനിയുള്ള ഭാവി വികസനത്തിനായുള്ള ആശയങ്ങൾ ജനങ്ങളിൽ നിന്നും സ്വരൂപിക്കാനുമാണ് സർക്കാർ ഇത്തരത്തിലൊരു വികസന സദസ്സ് നടത്തുന്നത്. ഇന്ന് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ്. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ഈ വികസന സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുക. ആര്യ രാജേന്ദ്രൻ, അതുപോലെ തന്നെ MP രാജേഷ്, മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ തുടങ്ങിയ നിരവധി പേരാണ് ഈ വികസന സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുക. വിവിധ തീയതികളിലായി സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലുമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ ഈ വികസന സദസ്സ് സംഘടിപ്പിക്കുന്നുണ്ട്. ജനങ്ങളിൽ നിന്നും ഇനി വരുന്ന ഭാവി വികസന നേട്ടങ്ങൾക്കായുള്ള ഈ ജനങ്ങളുടെ അഭിപ്രായം, പൊതുജന അഭിപ്രായം സ്വരൂപിക്കുക എന്നതും ഈ വികസന സദസ്സിന്റെ ലക്ഷ്യമാണെന്നാണ് സർക്കാർ വാദം. എന്നാൽ അതേസമയം പ്രതിപക്ഷം നേരത്തെ തന്നെ ഈ വികസന സദസ്സിനെതിരെ രംഗത്ത് വന്നിരുന്നു. സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ തദ്ദേശ
സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് വികസന സദസ്സ് നടത്തുന്നത് ഈ ജനങ്ങളെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഏതായാലും ഈ വികസന സദസ്സിൽ സഹകരിക്കില്ല എന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. പ്രതിപക്ഷ തദ്ദേശ സ്ഥാപനങ്ങളും ഈ വികസന സദസ്സ് ഏതായാലും ബഹിഷ്കരിക്കുമെന്നാണ് നിലവിൽ അവരുടെ തീരുമാനം. സർക്കാരും സർക്കാർ പ്രതിനിധികളും അത്തരത്തിൽ സർക്കാരിന്റെ ഭരണത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുമാണ് നിലവിൽ ഈ വികസന സദസ്സ് സഹകരിക്കുക. പ്രതിപക്ഷം ഏതായാലും വികസന സദസ്സിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് 11 മണിയോടുകൂടി വികസന സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പന്തളത്ത് വിവിധ ഹൈന്ദവ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ശബരിമല കർമ്മസമിതി സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമം എന്നാണ് തമിഴ്നാട് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ 3 മണിക്ക് നടക്കുന്ന വിശ്വാസി സംരക്ഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പന്തളം നാന കൺവെൻഷൻ സെന്ററിൽ രാവിലെ 9-ന് ശബരിമലയുമായി ബന്ധപ്പെട്ട സെമിനാറോടുകൂടിയാണ് ശബരിമല സംരക്ഷണ സംഗമം ആരംഭിക്കുക. ശബരിമല വിശ്വാസത്തോടൊപ്പം വികസനം, ശബരിമല സുരക്ഷ എന്നീ വിഷയങ്ങളിലായി 3 സെമിനാറുകളാണ് നടക്കുന്നത്. ഓരോന്നിലും പ്രഗത്ഭരായ ആളുകൾ വിഷയം അവതരിപ്പിക്കുകയും ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യും. ഉച്ചയ്ക്കു ശേഷം 3 മണിക്ക് സ്വാമി അയ്യപ്പൻ നഗറിൽ ആരംഭിക്കുന്ന വിശ്വാസി സംരക്ഷണ സമ്മേളനം തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ ഉദ്ഘാടനം ചെയ്യും. പന്തളം കൊട്ടാരം പ്രതിനിധി PN നാരായണവർമ്മ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ തേജസ്വി സൂര്യ MP, പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ J. നന്ദകുമാർ, വിജി തമ്പി തുടങ്ങി പ്രമുഖർ പങ്കെടുക്കും. ഒപ്പം ശബരിമല ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടവർ, ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഭക്തജന സംഘടനകൾ, ഹൈന്ദവ സംഘടനകൾ, സാമുദായിക സംഘടനകൾ, സന്യാസി വര്യന്മാർ, വിവിധ ക്ഷേത്ര ഭാരവാഹികൾ, വികസനം, സുരക്ഷ എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിദഗ്ധർ തുടങ്ങി നിരവധി പേർ സെമിനാറിലും വിശ്വാസി സംരക്ഷണ സമ്മേളനത്തിലും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശബരിമലയിലെ വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം ക്ഷേത്രത്തിന്റെ വികസനവും സുരക്ഷയും ഉറപ്പാക്കുക എന്നതാണ് പന്തളത്ത് നടത്തുന്ന സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യമായി സംഘാടകർ ചൂണ്ടിക്കാട്ടുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. നവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി തിരുവനന്തപുരം പൂജപ്പുര 12 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. വിശേഷാൽ പൂജകൾക്കൊപ്പം വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രത്തിൽ കലാപരിപാടികളടങ്ങുന്ന വിപുലമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സരസ്വതി മണ്ഡപത്തിലും ചിത്തിര തിരുനാൾ ഓഡിറ്റോറിയത്തിലുമായി രാപകൽ ഭേദമന്യേ വിവിധ പരിപാടികൾ അരങ്ങേറും. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് നവരാത്രി ആഘോഷങ്ങൾക്കായി സരസ്വതി ദേവി ക്ഷേത്രത്തിലേക്ക് എത്തുക. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്ര ജനകീയ സമിതി ഭാരവാഹികൾ അറിയിച്ചു. നമ്മുടെ ഈ ആയുസ്സിലെ ഒരു മനുഷ്യായുസ്സിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞങ്ങളെല്ലാം കരുതുന്നത്. ഞങ്ങളെല്ലാം ഒരേ മനസ്സോടുകൂടി അതിഗംഭീരമാക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. നമ്മളെല്ലാം 11 വിവിധ മേഖലകളായി തിരിച്ചിട്ടുണ്ട്. എല്ലാം സെപ്പറേറ്റ് 1200 കുഞ്ഞുങ്ങളാണ് വിദ്യാരംഭം കുറിക്കുന്നത്. അതിനിടയ്ക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. വിദ്യാരംഭം ഞങ്ങൾ 1500 കുരുന്നുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. കാവടി ഇതെല്ലാം സിസ്റ്റമായിട്ട് നടക്കുന്നത്. ഇനി വരുന്ന 14 നാളുകൾ രാപകൽ വ്യത്യാസമില്ലാതെ വിവിധ കലാപരിപാടികളോടെയും ആചാരാനുഷ്ഠാനങ്ങളോടെയും ആരംഭിക്കുകയാണ്. നാട്ടിലെ നാനാഭാഗത്തു നിന്നുള്ള 10,000-കണക്കിന് ആളുകളാണ് ഈ ഉത്സവം ദർശിക്കുവാനായി ഇവിടെ എത്തുന്നത്. ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലെ ആർട്സ് ക്ലബ്ബുകൾ, സ്പോർട്സ് ക്ലബ്ബുകൾ തുടങ്ങിയ എല്ലാ സാംസ്കാരിക സംഘടനയും നമ്മളൊപ്പം കൈകോർത്ത് നിന്നുകൊണ്ടാണ് ഈ ഉത്സവം വിജയിപ്പിക്കുന്നത്. സംഗീതജ്ഞരെ ആദരിക്കുന്നതിന് വേണ്ടി പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്ര ജനകീയ സമിതി ഏർപ്പെടുത്തിയ വാണിമണി പുരസ്കാരം M. ജയചന്ദ്രന് ഇന്ന് സമ്മാനിക്കും. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വിജയദശമി ദിനമായ ഒക്ടോബർ 2 രാവിലെ 5:30 മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും. ഇത്തവണയും നിരവധി കുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം കുറിക്കാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകരുടെ കുറവും ശമ്പളത്തിലെ അപാകതകളും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് KGM-CTA പ്രക്ഷോഭത്തിലേക്ക്. ഇന്നും നാളെയുമായാണ് മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകർ പ്രതിഷേധിക്കുക. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ OP സേവനം നിർത്തിവെക്കുമെന്ന് സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
അധ്യാപകരുടെ കുറവ്, ശമ്പളത്തിലെ അപാകതകൾ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് മെഡിക്കൽ കോളേജ് അധ്യാപകർ പ്രതിഷേധിക്കുക. ഇന്നും നാളെയും കരിദിനം ആചരിക്കുന്നതിനൊപ്പം മെഡിക്കൽ കോളേജുകളിൽ ധർണയും DME ഓഫീസിലേക്ക് മാർച്ചും നടത്തും. പുതിയ മെഡിക്കൽ കോളേജുകളിൽ തസ്തിക സൃഷ്ടിക്കുന്നില്ലെന്നാണ് KGM-CTA പരാതി. മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് താൽക്കാലിക സ്ഥലം മാറ്റം നടത്തി പ്രതിസന്ധി മറികടക്കാനാണ് ശ്രമമെന്നും KGM-CTA കുറ്റപ്പെടുത്തുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഫലപ്രദമായ നടപടികൾ ഉണ്ടായില്ലെന്ന് സംഘടന ആരോപിക്കുന്നു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ OP സേവനങ്ങൾ നിർത്തിവെക്കുമെന്ന് സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. CP 25 പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തിന് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കം. സുധാകർ റെഡ്ഡി നഗറിൽ നടക്കുന്ന സമ്മേളനത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി D. രാജ ഉദ്ഘാടനം ചെയ്യും. വിവിധ ഇടതു പാർട്ടികളിലെ നേതാക്കൾ ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഭാഗമാകും. ഉച്ചയ്ക്ക് ശേഷം കരട് രാഷ്ട്രീയ പ്രമേയവും പ്രവർത്തന സംഘടനാ റിപ്പോർട്ടുകളും അവതരിപ്പിക്കും. സെക്രട്ടറി സ്ഥാനത്ത് D. രാജ തുടരണോ, പുതിയ നേതൃത്വം ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. D. രാജ മാറുകയാണെങ്കിൽ ATUC നേതാവ് അമർജിത് കൗറിന്റെ പേരിലാണ് പ്രധാന പരിഗണന. അതേസമയം കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്ക് കേരളത്തിൽ നിന്ന് ആര് എത്തും എന്നുള്ളതും പ്രധാനമാണ്. ബിനോയ് വിശ്വത്തിന് പുറമെ രാജ്യസഭ MP P. സന്തോഷ് കുമാർ, മുതിർന്ന നേതാവ് പ്രകാശ് ബാബു എന്നിവരുടെ പേരുകൾ പരിഗണിക്കുന്നുണ്ട്. ഈ മാസം 25 വരെയാണ് സമ്മേളനം. വിപണി വിലയിരുത്തലാണ്. ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുന്നു. ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. ഇന്ന് ഇപ്പോൾ എങ്ങനെയാകും വിപണിയുടെ തുടക്കം? ഈ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര വിപണികളിലടക്കം ഈ ആഴ്ച എങ്ങനെയാകും വിപണിയുടെ നീക്കം? ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ഈ ആഴ്ചയും വിപണിയിൽ നേട്ടം ആവർത്തിച്ചേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. രണ്ട് ഘടകങ്ങളാണ് പ്രധാനമായും വിപണിയെ സ്വാധീനിക്കുക. ഒന്ന്, ആഭ്യന്തര തലത്തിൽ GST നിരക്കുകളിൽ പുതിയ നിരക്കിൻ്റെ ഇന്നാണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്വാധീനം വിപണിയിലുണ്ടാവും. നേരിട്ട് സൂചികളിൽ ഉണ്ടായില്ലെങ്കിൽ കൂടി ചില മേഖലകൾ കേന്ദ്രീകരിച്ച് അതിൻ്റെ ഒരു സ്വാധീനം വിപണിയിൽ ഉണ്ടാവുകയും ചെയ്യും. മറ്റൊന്ന്, ആഗോള തലത്തിൽ US പുതുതായി ഏർപ്പെടുത്തിയിട്ടുള്ള H1B വിസയുമായി ബന്ധപ്പെട്ടുള്ള, പ്രത്യേകിച്ചും ഈ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങളാണ്. അതും വിപണിയെ സ്വാധീനിച്ചേക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഒരു അയവ് വരുത്തിയത്, നേരത്തെ ഒരു കടുംപിടുത്തം എന്ന രീതിയിൽ വലിയൊരു വർധന വരുത്തിയിരുന്നു. എന്നാൽ അത് പുതിയ ആളുകൾക്ക് മാത്രമേ ബാധകമാകൂ എന്നുള്ള ഒരു വ്യക്തത നൽകിയത് പ്രത്യേകിച്ചും IT മേഖലയിലെ ഓഹരികളെ സ്വാധീനിക്കുകയും ചെയ്യും. മറ്റൊന്ന്, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പല ദിവസങ്ങളിലും അവർ വിൽപ്പനയിലായിരുന്നു. ഇനി ഏതെങ്കിലും തരത്തിൽ അവരൊരു നിക്ഷേപത്തേക്ക് നീങ്ങുകയോ അല്ലെങ്കിൽ വിൽപ്പനയുടെ തോത് കുറയുകയോ ചെയ്താൽ മാത്രം അത് വിപണിക്ക് അനുകൂലമായി മാറുകയും ചെയ്യും. എന്തായാലും ഈ ഘടകങ്ങളാണ് ഈ ഒരാഴ്ച വിപണിയെ സ്വാധീനിക്കാനുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ സാങ്കേതികമായി വിപണിയിൽ നിക്ഷേപം എന്ന രീതി തന്നെയാണ് തുടരുന്നത്. 25,300 മുകളിലാണ് ഇപ്പോൾ മുൻനിര സൂചിയായ നിഫ്റ്റിയിൽ വ്യാപാരം നടക്കുന്നത്. 25,500 എന്ന നിലവാരമാണ് അടുത്ത ഒരു പ്രധാന പ്രതിരോധ നിലവാരമായി കണക്കാക്കുന്നത്. ആ ഒരു നിലവാരത്തിന് മുകളിലേക്ക് വ്യാപാരം നീങ്ങുന്ന പക്ഷം മുന്നോട്ട് നീങ്ങാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഏറ്റവും പ്രധാനം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ തന്നെയായിരിക്കും. എന്തായാലും ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. നന്ദി ശ്രീ ദിലീപ്. ഈ പ്രാവുകളുമായൊക്കെ ചങ്ങാതം കൂടുന്ന ഒരാളുടെ റിപ്പോർട്ടുകളിലേക്കാണ്, വിശേഷങ്ങളിലേക്കാണ്. 100-ലേറെ പ്രാവുകളുടെ ഉറ്റ ചങ്ങാതിയാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ കുഞ്ഞി. കുഞ്ഞിയും പ്രാവുകളുമായുള്ള സൗഹൃദം കണ്ടു നിൽക്കുന്നവർക്ക് പോലും കൗതുകമാണ്. അതിരാവിലെ മാവൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ മരത്തിലും കെട്ടിടങ്ങളിലുമായി പ്രാവുകൾ തടിച്ചുകൂടും. പിന്നെ സഞ്ചിയിൽ ധാന്യങ്ങളുമായി എത്തുന്ന ഓട്ടോ തൊഴിലാളി കുഞ്ഞിയെ കാണാനുള്ള കാത്തിരിപ്പാണ്. കുഞ്ഞിയുടെ വിസിലടി കേട്ടാൽ പിന്നെ കലപില കൂട്ടി 100-ലധികം പ്രാവുകൾ ഇവിടേക്ക് പറന്നെത്തും. സഞ്ചിയിൽ സൂക്ഷിച്ച ധാന്യമണികൾ പ്രാവുകൾക്കിടയിലേക്ക് വാരി വിതറും. ഗോതമ്പ്, ചെറുപയർ, കടല എന്നിവയെല്ലാമാണ് കുഞ്ഞി ഓരോ ദിവസവും പ്രാവുകൾക്ക് ഭക്ഷണമായി നൽകുന്നത്. ഇവയുടെ വിലവർദ്ധനവ് തിരിച്ചടിയാകാറുണ്ടെങ്കിലും തന്റെ വരുമാനത്തിലെ ഒരു പങ്ക് പ്രാവുകളുടെ ഭക്ഷണത്തിനായി അദ്ദേഹം നീക്കിവെക്കും. ഈ വയലിലൊന്നും കിട്ടാനില്ല, വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമുണ്ടായി. അപ്പോൾ ഇവരിവിടെ വന്നിങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോഴാണ് എനിക്ക് പഴയ ഓർമ്മ വന്നത്, കോവിഡ് കാലത്ത് കൊടുത്ത ഓർമ്മ. അപ്പോഴതിന് ശേഷമാണ് ഞാനിത് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ഇവർ ഇന്നെ രാവിലെ വന്ന് വെയിറ്റ് ചെയ്യാൻ, ഇപ്പോൾ ഒരുപാട് പ്രാവുകളുണ്ട്, അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് കൊടുക്കും. ഞാൻ വന്ന് ഇത് കൊടുത്തതിന് ശേഷമേ അവർ തിരിച്ചു പോവുള്ളൂ, അതുവരെ എന്നെ കാത്തിട്ടു. രാവിലെ ധാന്യങ്ങൾ കൊത്തിത്തിന്ന് പറന്നകന്ന പ്രാവുകൾ അടുത്ത ദിവസം കുഞ്ഞിയുടെ വരവിനായി കാത്തിരിക്കുന്നത് മനോഹരമായ കാഴ്ചയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്.
സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി അമൃത യുവധർമ്മധാര അയുത് കോട്ടയം ജില്ലയിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. അയുത് ചങ്ങനാശ്ശേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സന്ദേശയാത്ര ചങ്ങനാശ്ശേരി മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമിനി നിഷ്ഠാമൃത പ്രാണ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സന്ദേശയാത്ര പര്യടനം നടത്തി. ലഹരിക്കെതിരെയുള്ള ലഘുലേഖകൾ വിതരണം ചെയ്തതിനോടൊപ്പം വിവിധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ജീവിത വിജയം കൈവരിക്കാൻ ചെറുതും വലുതുമായ ഒരുപാട് ഘടകങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ആവശ്യമാണ്. പലപ്പോഴും നമുക്ക് ആ ഘടകങ്ങൾ ഏതൊക്കെയെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന സാഹചര്യമുണ്ട്. അത് കണ്ടെത്തി കൃത്യമായി ചൂണ്ടിക്കാട്ടുകയാണ് അമൃത ന്യൂസിൻ്റെ ഗെയിം ചേഞ്ചർ എന്ന സെഗ്മെൻറ്റിലൂടെ. പ്രശസ്ത ക്രിക്കറ്റ് കമൻറ്റേറ്ററും സ്പോർട്സ് ബ്രോഡ്കാസ്റ്ററും കോളമിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറും മൃദംഗ വിദ്വാനുമൊക്കെയായ ശ്രീദത്ത് എസ് പിള്ളയാണ് ഗെയിം ചേഞ്ചറിൻ്റെ അവതാരകൻ. വിജയികളെ സംബന്ധിച്ചിടത്തോളം ഫലം ഒരു വിഷയമല്ല, മറിച്ച് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിനായുള്ള പ്രിപ്പറേഷനിൽ, തയ്യാറെടുപ്പുകളിലാണ്. വിജയത്തിലേക്കുള്ള ഒരുക്കത്തെ പരമപ്രധാനമാക്കുക, ഫലത്തെ അപ്രസക്തമാക്കുക. ശ്രീദത്ത് പിള്ള ഈ വിഷയത്തിൽ എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് ഞാൻ അഭിനവ് ബിന്ദ്രയോട് ചോദിച്ചു. അഭിനവ് ബിന്ദ്ര നമുക്കറിയാം, ആദ്യമായി ഒരു ഇൻഡിവിജ്വൽ ഒളിമ്പിക് ഗോൾഡ് മെഡൽ ഇന്ത്യക്ക് നേടിത്തന്ന ആൾ. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ നമുക്ക് 2 ഇൻഡിവിജ്വൽ ഗോൾഡ് മെഡൽസേ ഉള്ളൂ. ഒന്ന് 2008 ഷൂട്ടിങ്ങിൽ അഭിനവ് ബിന്ദ്ര, പിന്നെ 2021 ശരിക്കും 20 ഒളിമ്പിക്സ് നടന്നത് ടോക്കിയോയിൽ നീരജ് ചോപ്ര ജാവലിനിൽ. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആ ലാസ്റ്റ് ഷോട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. അന്ന് നമ്മളെ പോപ്പുലേഷൻ, നമ്മളുടെ ആ ഒരു പ്രതീക്ഷ, ആൾക്കാരുടെ പ്രതീക്ഷ, ഇതുവരെ ഒരു ഇൻഡിവിജ്വൽ ഗോൾഡ് വന്നിട്ടില്ല. അതിന് മുമ്പുണ്ടായിരുന്നത് ഹോക്കിയിലാണ് ഇന്ത്യക്ക് ഗോൾഡ് ഉണ്ടായിരുന്നത് 8 എണ്ണം. അതിനുശേഷം അവസാനം ഒരാൾ ഈ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഷോട്ടിന് മുമ്പ് എന്തായിരുന്നു നിങ്ങൾ ചിന്തിച്ചതെന്ന് ചോദിച്ചു. വെർ യു അണ്ടർ പ്രഷർ, വാട്ട് എക്സാക്ട്ലി വാസ് ഗോയിങ് ത്രൂ യുവർ മൈൻഡ്? അപ്പോൾ എന്നോട് പറഞ്ഞു, ഐ വാസ് നോട്ട് തിങ്കിങ് അബൌട്ട് ഗോൾഡ് മെഡൽ ഓർ സിൽവർ മെഡൽ ഓർ ബ്രോൺസ് മെഡൽ. ഐ വാസ് നോട്ട് തിങ്കിങ് അബൌട്ട് എനി മെഡൽ. ഞാൻ ഒരു മെഡലിനെ പറ്റിയല്ല ആലോചിച്ചത്. ഞാൻ ആലോചിച്ചത് എങ്ങനെ എനിക്ക് ആ ഷോട്ട് മാക്സിമം പെർഫെക്ഷനിൽ ചെയ്യാമെന്നുള്ളതാണ്. എൻ്റെ ഓർമ്മ ശരിയാണ്, ആ സമയത്ത് ഒരു ഫിനിഷ് ഷൂട്ടർ ഉണ്ടായിരുന്നു, ഹാക്കിനൻ, പിന്നെ ഒരു ചൈനീസ് ഷൂട്ടർ. ഇവർ തമ്മിലായിരുന്നു മെയിനായിട്ടുള്ള മത്സരം. ഇവർ 3 പേരാണ് ടോപ്പിൽ വന്നത്. അതിൽ ഗോൾഡ് ആർക്ക് പോവും, സിൽവർ പോവും, ബ്രോൺസ് പോകും എന്നൊക്കെ ഈ ഒരു ഷോട്ടിനെ ബേസ് ചെയ്താണ്. ഈ ഷോട്ട് വളരെ പെർഫെക്ഷനോട് കൂടി അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്തു. അതിനുശേഷം ഹി പഞ്ച് ദി എയർ ഇൻ സെലിബ്രേഷൻ. ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അതിന് അഭിനവ് പറഞ്ഞത്, ഞാൻ ഗോൾഡ് മെഡൽ നേടിയ നല്ലത് പഞ്ച് ചെയ്തത്. ആ ഷോട്ട് എക്സാക്ട്ലി എനിക്ക് എങ്ങനെ വേണമായിരുന്നു അത് എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ ഒരു സന്തോഷത്തിനാണ് പഞ്ച് ചെയ്തത്. എന്നോട് പറഞ്ഞു, ആ ഗോൾഡ് മെഡൽ എന്നുള്ളത് അന്ന് നടന്ന ആ മണിക്കൂറുകളിലെ ഷൂട്ടിങ്ങിൻ്റെ ഫലമല്ല, വർഷങ്ങളോളം ഞാൻ ചെയ്ത പ്രിപ്പറേഷൻ, ഞാൻ എടുത്ത തയ്യാറെടുപ്പുകൾ, അല്ലെങ്കിൽ ആ പ്ലാനിങ്, ഇതിൻ്റെ എല്ലാത്തിനും ഒരു കൾമിനേഷനാണ്, ഒരു എൻഡ് റിസൾട്ടാണ് ആ ഗോൾഡ് മെഡൽ. ആൻഡ് ദാറ്റ് ഗോട്ട് മീ തിങ്കിങ്. സോ ചാമ്പ്യൻസ് തിങ്ക് ചെയ്യുന്ന ഒരു രീതി അതാണ്. ദേ ആർ നോട്ട് വറീഡ് അബൌട്ട് ദ റിസൾട്ട്, റാദർ ദേ ഫോക്കസ് ഓൺ ദ പ്രോസസ്. ഒരു തിയറി ഉണ്ട് കോച്ചിങ്ങിൽ, അതായത് പീപ്പിൾ സേ മേക്ക് ദ പ്രോസസ് ഓഫ് പ്രിപ്പറേഷൻ സുപ്രീം ആൻഡ് റിസൾട്ട്സ് ഇറലവൻറ്റ്. അതായത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏറ്റവും ക്വാളിറ്റി ഉള്ളതാകുക. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ റിസൾട്ടും ഹൈ ക്വാളിറ്റി ആയിരിക്കും. റൈറ്റ്? ഓട്ടോമാറ്റിക്കലി യുവർ റിസൾട്ട്സ് ഓൾസോ വിൽ ബി സുപ്രീം. അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ പലപ്പോഴും ഈ എക്സാമിന് ഇത്ര മാർക്ക് വേണം, അല്ലെങ്കിൽ എനിക്ക് പ്രൊമോഷൻ വേണം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര കാശ് വേണം. നമ്മളെപ്പോഴും റിസൾട്ടിനെ പറ്റിയാണ് വറീഡാവുന്നത്. ആ റിസൾട്ട് പലപ്പോഴും നമ്മളെ ചോക്ക് ചെയ്യും. ഇറ്റ് പുട്ട്സ് അസ് അണ്ടർ പ്രഷർ. ആ റിസൾട്ടിനെ നമ്മൾ കൂടുതൽ വറി ചെയ്യാതെ പ്രോസസ്സിനെ പറ്റി പ്രോസസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് ആ പ്രിപ്പറേഷൻ നമ്മൾ എൻജോയ് ചെയ്യുവാണെങ്കിൽ naturally the results will be really good. So I repeat that line, make the process of preparation supreme and results irrelevant. ഇത് തന്നെയല്ലേ ഭഗവത്ഗീതയും പറയുന്നത്, കർമ്മണ്യവാധികാരസ്തേ മാ ഫലേഷു കഥാഞ്ചന. ഡു യുവർ ഡ്യൂട്ടി ടു ദ ബെസ്റ്റ് ഓഫ് യുവർ എബിലിറ്റി ആൻഡ് ഫോർഗെറ്റ് ദ റിസൾട്ട്സ്. നമുക്ക് ഫുള്ളി ഇൻവോൾവ് ആയിട്ട് ലെറ്റ്സ് എൻജോയ് വാട്ട് വി ആർ ഡൂയിങ്. റിസൾട്ട്സ് തന്നെ വന്നോളും. ഹാവ് എ ഗ്രേറ്റ് ഡേ.
പ്രധാനപ്പെട്ട അന്തർദേശീയ വാർത്തയിലേക്ക് പോവുകയാണ്. പലസ്തീന് രാഷ്ട്രപദവി നൽകിയ രാഷ്ട്രങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് എത്തിയിരിക്കുന്നു. പലസ്തീനെ അംഗീകരിച്ച UK, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. ഈ രാജ്യങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് നെതന്യാഹു പറഞ്ഞു. സ്വതന്ത്ര പലസ്തീൻ യാഥാർത്ഥ്യമാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെസ്റ്റ് ബാങ്ക് കുടിയേറ്റം തുടരാനാണ് ഇസ്രായേലിന്റെ തീരുമാനം. US-ന്റെ മുഖ്യ സഖ്യകക്ഷികളും പലസ്തീന് രാഷ്ട്രപദവി അംഗീകരിച്ച ഇന്നലെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരുന്നു. റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹീമിന്റെ കേസിൽ കീഴ്ക്കോടതിയുടെ വിധി ശരിവെച്ച സൗദി സുപ്രീം കോടതിയുടെ ഉത്തരവ്. അപ്പീൽ കോടതിയുടെ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളുകയായിരുന്നു. നേരത്തെ മെയ് 26-ന് 20 വർഷത്തെ ശിക്ഷ വിധിച്ച റിയാദിലെ ക്രിമിനൽ കോടതിയുടെ വിധി ജൂലൈ 9-ന് അപ്പീൽ കോടതി ശരിവെച്ചിരുന്നു. അന്തിമ വിധി പ്രഖ്യാപനത്തിനായി സുപ്രീം കോടതിയുടെ പരിഗണനയിലായിരുന്നു കേസ്. പ്രോസിക്യൂഷന്റെ അപ്പീലിനെതിരെ അബ്ദുറഹീമിന്റെ അഭിഭാഷകരും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. സുപ്രീം കോടതിയുടെ വിധി ഏറെ സന്തോഷം നൽകുന്നതാണെന്ന് റിയാദിലെ അബ്ദുറഹീം നിയമസഹായ സമിതി അറിയിച്ചു. ഏഷ്യാകപ്പ് സൂപ്പർ 4 പോരാട്ടത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം. 172 റൺസ് വിജയം ലക്ഷ്യമിട്ടിറങ്ങിയ ഇന്ത്യ 19 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ വിജയം കണ്ടു. 39 പന്തിൽ 74 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഓപ്പണിംഗ് വിക്കറ്റിൽ അഭിഷേക്, ശുഭ്മാൻ ഗിൽ സഖ്യം 9.5 ഓവറിൽ 105 റൺസ് അടിച്ചു. ആദ്യ പന്തിൽ തന്നെ 6 അടിച്ചാണ് ഇന്ത്യ തുടങ്ങിയത്. അഞ്ചാമനായി ക്രീസിലെത്തിയ സഞ്ജു സാംസൺ 17 പന്തിൽ 13 റൺസ് എടുത്തു. 30 റൺസ് എടുത്ത തിലക് വർമ്മയുടെ ഇന്നിംഗ്സും ജയത്തിൽ നിർണായകമായി. ടോസ് നേടിയ ഇന്ത്യ ബൗളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. പാകിസ്ഥാൻ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 171 റൺസ് നേടി. അമൃത ടിവിയുടെ 20ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന തായ്ലൻഡ് യാത്രയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ ദുബായിൽ ഒരുമിച്ചുകൂടി. ദുബായ് ഗർഹൂദിലെ തലശ്ശേരി റെസ്റ്റോറന്റ് ഹാളിൽ ചേർന്ന സൗഹൃദ കൂട്ടായ്മയിൽ നടനും അവതാരകനുമായ മിഥുൻ രമേശ് സഹയാത്രികരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഈ മാസം 24 മുതൽ 28 വരെയാണ് UAE-യിലെ അമൃത TV പ്രേക്ഷകരുടെ തായ്ലൻഡ് യാത്ര. വിവിധ കോണ്ടസ്റ്റുകളിലും ക്യാമ്പയിനുകളിലും പങ്കെടുത്തവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നടനും അവതാരകനുമായ മിഥുൻ രമേശിനൊപ്പം ഫുക്കറ്റിലേക്ക് വിനോദയാത്ര പോകുന്നത്. യാത്രയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനും പരസ്പരം പരിചയപ്പെടുന്നതിനുമായാണ് ദുബായ് ഗർഹൂദിലെ തലശ്ശേരി റെസ്റ്റോറന്റ് ഹാളിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയത്. അമൃത TV ലെറ്റ്സ് ട്രാവലിന്റെ പ്രധാന സ്പോൺസർ ഗോകേറ്റ് ട്രാവൽ ആൻഡ് ടൂർസ് CEO സെയ്ദ് അമീൻ, റിയൽമാൻ പെർഫ്യൂംസ് ബിസിനസ് ഹെഡ് ഷൈജൻ ജോർജ്, വിൻഡ്രോൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ വിനോദ് നമ്പ്യാർ, ഖലീഫ അൽ മഫ്തൂൾ അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് സീനിയർ ലോയർ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, മേസ്റ്റർ വർക്ക് ലക്ഷറി റീറ്റെയിൽ ഇന്റീരിയർ ഫിറ്റ് ഔട്ട് മാനേജിംഗ് പാർട്ണർ വൈശാഖ് ചെങ്ങോട്ട്, അമൃത TV മിഡിൽ ഈസ്റ്റ് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് S. ശ്രീകുമാർ, അഡ്മിൻ മാനേജർ പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു. ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്. റിപ്പോർട്ടോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും. നമസ്കാരം.